മൂന്നാർ മറയൂർ അന്തർ സംസ്ഥാന പാതയിൽ പടയപ്പ എന്ന കാട്ടാനയുടെ ആക്രമണം. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബസിന്റെയും കാറിന്റെയും ചില്ലുകൾ പടയപ്പ തകർത്തു. ശനിയാഴ്ച രാത്രി 11:30ഓടെയായിരുന്നു 8-ാം മൈലിന് സമീപം സംഭവം. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഈരാറ്റുപേട്ടയിൽ നിന്നും മറയൂരിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ മുഹമ്മദ് യൂസഫ്, അഷ്റഫ് എന്നിവർ സഞ്ചരിച്ച കാറിന് നേരെയാണ് കാട്ടാന ആദ്യം തിരിഞ്ഞത്. മറയൂരിൽ നിന്നും മൂന്നാർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസിനെ പടയപ്പ തടഞ്ഞു നിർത്തി. ഒരു വശത്തെ ചില്ലുകൾ തകർത്തിരുന്നു. ഈ സമയത്താണ് കാർ മറയൂർ ഭാഗത്തേക്ക് വന്നത്. റോഡിൽ നിലയുറപ്പിച്ചിരുന്ന പടയപ്പ പെട്ടെന്ന് കാറിന് മുന്നിലെത്തുകയും തുമ്പിക്കൈ കൊണ്ട് ബോണറ്റിൽ അടിക്കുകയും മുൻവശത്തെ ചില്ല് തകർക്കുകയും ചെയ്യുകയായിരുന്നു. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ആനയ്ക്ക് മുന്നിൽ പതറാതെ കാറിനുള്ളിൽ തന്നെ ഇരുന്നതിനാലാണ് യാത്രക്കാർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് 8-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു, ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അതിൽ ഒന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നത്, എൻ്റെ ഗ്ലാസ് പൊട്ടിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ അടുത്തേക്ക് വരികയായിരുന്നു. ഞങ്ങളൊരു 50 മീറ്ററോളം ബാക്ക് സൈഡിലേക്ക് കാർ എടുത്തു, റിവേഴ്സ് ചെയ്തു. ഞങ്ങളുടെ ബാക്ക് സൈഡിൽ 2 വണ്ടി ഉണ്ടായിരുന്നു. അവർ ആ റിവേഴ്സ് എടുത്ത സമയമായപ്പോൾ ഞങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നേരെ ആന വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് വന്ന് ആദ്യം കയ്യാൻ തോന്നുന്നു ഫ്രണ്ടിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് കൊമ്പ് കൊണ്ട് അറ്റാക്ക് ചെയ്തു. 1-2 പ്രാവശ്യം അറ്റാക്ക് ചെയ്തു. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെ കൈ പൊങ്ങുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്ക് ഞങ്ങൾ എടുത്തു വരികയായിരുന്നു. വിവരമറിഞ്ഞ ഉടൻ മറയൂർ റേഞ്ച് ഓഫീസർ അബ്ജു കെ അരുണിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും സ്ഥലത്തെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ തുരത്തി യാത്രക്കാരെ സുരക്ഷിതമായി മറയൂരിലെത്തിച്ചു. ഇവർക്ക് ആവശ്യമായ താമസ സൗകര്യങ്ങളും അധികൃതർ ഒരുക്കി നൽകി. പടയപ്പ നിലവിൽ മതപ്പാടിലാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. രാത്രികാലങ്ങളിൽ മറയൂർ മൂന്നാർ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മറയൂർ.